ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കോന്നി കല്ലേലിൽ നിന്നുമാണ് കേട്ടോ. വനത്തിനുള്ളിലെ വ്യത്യസ്തപരമായ ആചാരങ്ങൾ കൊണ്ട് പ്രശസ്തമായ ഒരു കാവിൻ്റെയും പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ വനത്തിലൂടെ യാത്ര ചെയ്ത് നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ഐതിഹ്യ കഥകൾ കൊണ്ട് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന അച്ചൻകോവിലിലെ അയ്യപ്പ ക്ഷേത്രം വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകും. കല്ലേലി എന്നൊരു നാട് പ്രശസ്തമായത് തന്നെ ഇവിടെ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഊരാളി അപ്പുപ്പൻകാവിൻ്റെ പേരിലാണ്. കോന്നിയിൽ നിന്നും കല്ലേലി അച്ചൻകോവിലേക്ക് പോകും വഴി ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ വഴി അച്ചൻകോവിലേക്ക് പോകുവാൻ ഇവിടെ നിന്നും നമുക്ക് പ്രത്യേകമായിട്ട് പെർമിഷൻ വേണം. അതിരാവിലെയും നേരം വൈകിയും പിന്നെ മഴക്കാലത്തും ഈ വഴി യാത്ര അനുവദിക്കില്ല. തൊള്ളായിരത്തി 99 മലകളുടെ മൂലനാഥനാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ എന്നാണ് പഴമ കൊണ്ടുള്ള വിശ്വാസം. പ്രപഞ്ചശക്തി ആയതിനാൽ തന്നെ പ്രതിമയ്ക്ക് പ്രത്യേകതരമായ ഒരു രൂപമോ ഭാവമോമില്ല. പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന ആചാരങ്ങളാണ് ഇവിടുത്തേത്. വാനരയൂട്ടും മത്സ്യമൂട്ടുമെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആദിദ്രാവിഡ നാഗഗോത്ര ജനതയുടെ വിശ്വാസം കുടികൊള്ളുന്ന നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രം കൂടിയാണ് അതിപ്രാചീനവും പുരാതനവുമായ ഈ കാവ്. എന്നും രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും നല്ല തിരക്കുമായിരിക്കും. അച്ചൻകോലാറിന്റെ തീരത്ത് ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിന്റെ പ്രതീകമാണ് കാവിലെ ചടങ്ങുകൾ. അങ്ങനെ കല്ലേലി അപ്പൂപ്പൻകാവിൽ നിന്ന് നമ്മളിനി അച്ചൻകോവിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു 40 കിലോമീറ്ററാണ് അച്ചൻകോവിലേക്കുള്ള ദൂരം. അതിൽ ഏകദേശം 20 കിലോമീറ്ററോളം ഓഫ് റോഡുമാണ്. ഇത് കല്ലേലി പാലം ജംഗ്ഷനാണ്. ഇവിടെ നിന്നും നേരെ കാണുന്ന ഈ റോഡിൽ കൂടെ വേണം നമുക്കിനി അച്ചൻകോവിലേക്ക് പോകുവാൻ. റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ. കാറിൽ ഇതുവഴി ഒരു യാത്ര ആരും പ്ലാൻ ചെയ്യുക പോലും വേണ്ട. പശ്ചിമഘട്ടത്തിലെ നിബിഡമായ വനത്തിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. പുരാതന കാലം മുതൽ തന്നെ ഈ വനപാത നിലവിലുണ്ടായിരുന്നു. തമിഴ്നാടിനെയും കേരളത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് പണ്ട് കാലത്ത് കച്ചവടത്തിനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്, പിന്നീട് തീർത്ഥാടനത്തിനും. അച്ചൻകോവിൽ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ളൊരു ചെറിയ നാടാണ്. അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ തമിഴ്നാടിന്റെ തെങ്കാശിയാണ്. അച്ചൻകോവിലാറിന്റെ തീരത്തു കൂടിയാണ് ഈ റോഡ് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രയിലേറെ പേടിക്കുകയും വേണം. വന്യമൃഗങ്ങൾ ഏതു സമയത്തും വെള്ളം കുടിക്കുന്നതിനും മറ്റുമായി ഈ വഴിയിൽ വരുന്നതാണ്. കാറുകളിൽ ഇവിടേക്ക് യാത്ര പ്ലാൻ പോലും ചെയ്യേണ്ട എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇപ്പം മനസ്സിലായില്ലേ? കഴിഞ്ഞ മഴക്കാലത്ത് പൊളിഞ്ഞ റോഡാണിത്. 10 വർഷത്തിലേറെയായി യാതൊരുവിധ മെയിൻ്റനൻസ് പണികളും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് പോകുവാൻ പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു മണ്ണുവഴിയുണ്ട്. ഈ റൂട്ടിൽ ഇപ്പോൾ ഫോറസ്റ്റിന്റെ വാഹനങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. പത്തനാപുരം അലിമുക്ക് വഴി അച്ചൻകോവിലേക്ക് പോകുവാൻ മറ്റൊരു റൂട്ടുമുണ്ട്. അതുവഴി ബസ് സർവീസുമുണ്ട്.
കേരളത്തിലെ മറ്റു വനമേഖലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏറ്റവും അപകടം നിറഞ്ഞൊരു വനപാത എന്നാണിത് അറിയപ്പെടുന്നത്. തീരെ ഇടുങ്ങിയ റോഡുകളും വെളിച്ചം പതിക്കാത്ത വന്യതയും നിഗൂഢമായ നിശബ്ദതയും എല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ഒറ്റയ്ക്കും അതുപോലെ തന്നെ വനപാലകരുടെ നിർദ്ദേശം മറികടന്നുമുള്ള യാത്ര അപകടകരമാണ്. പത്തനാപുരം വഴി അച്ചൻകോവിലേക്ക് വരുന്ന റോഡിലേക്ക് തന്നെയാണ് ഈ റൂട്ടും വരുന്നത്. ഈ ജംഗ്ഷന്റെ കൃത്യമായ പേര് എനിക്കറിയില്ല കേട്ടോ. ഇനിയും നമുക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട് അച്ചൻകോവിലേക്ക്. അലിമുക്ക് അച്ചൻകോവിൽ റൂട്ടിലെ റോഡ് വളരെ നല്ലതാണ് കേട്ടോ. സുരക്ഷിതമായ ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആ റൂട്ട് ചൂസ് ചെയ്യാം. എന്നാൽ അഡ്വഞ്ചർ ടീംസിനാണെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് റൂട്ട്. അച്ചൻകോവില് ഒരു വനപ്രദേശമായതിനാൽ ഇവിടെ കൂടുതലും താമസിക്കുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. തമിഴ്നാട് ചുവയുള്ള ജീവിത രീതികളാണ് ഇവിടുത്തേത്. വനവിഭവങ്ങൾ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവര് ഇന്നും ഇവിടെയുണ്ട്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം. ഇത് അയ്യപ്പന്റെ 5 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പ്രധാന ഉത്സവം നടക്കുന്നത് മണ്ഡലകാലത്തുമാണ്. ക്ഷേത്രം കേരളത്തിലാണെങ്കിലും കൂടുതൽ ഭക്തരും ദിനവും ഇവിടെ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. വിഷചികിത്സയിൽ പ്രശസ്തമായ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ പരശുരാമന്റെ സൃഷ്ടിയാണെന്നാണ് വിശ്വാസം. കേരളത്തിന്റെ സുരക്ഷിതത്വത്തിനാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ ബാലശാസ്താവ് ഗൃഹാശ്രമ ജീവിതം നയിക്കുന്നു എന്നാണ് മറ്റൊരു വിശ്വാസം. നമ്മുടെ അച്ചൻകോവിൽ വനയാത്രയിൽ ഐതിഹ്യം പറയാൻ ഏറെയുള്ള ഈ ഒരു പുരാതന ക്ഷേത്രവും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്തല്ലോ അല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.